എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. മാനേജ്മെന്റുകളും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ട് എന്ന് സംശയിക്കുന്നതായി ഹൈക്കോടതി നിരീക്ഷിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന് ഷപ്ന ചേരുന്നു. ഷപ്ന, ഏത് സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വിമർശനമുണ്ടായിരിക്കുന്നത്? ലക്ഷ്മി, ഒരു കൂട്ടം +2 അധ്യാപകർ നൽകിയ ഹർജിയിലാണ് കോടതി ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. അധ്യാപകരെ തെരഞ്ഞെടുക്കുന്ന രീതി, അവരുടെ നിയമനത്തിന് അംഗീകാരം നൽകാനുള്ള സർക്കാർ മാനദണ്ഡങ്ങൾ എന്നിവ വ്യക്തമാക്കി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും പ്രിൻസിപ്പൽ സെക്രട്ടറിയും 7 ദിവസത്തിനകം സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്ലാത്ത പക്ഷം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ 20-ന് നേരിട്ട് ഹാജരാകണം എന്നാണ് കോടതിയുടെ ഉത്തരവ്. നിയമനത്തിലുള്ള പൂർണ്ണ അധികാരം നിലവിൽ മാനേജ്മെന്റുകൾക്കാണോ എന്ന് കോടതി ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാതെയും പരസ്യം നൽകാതെയും യോഗ്യതയുള്ള ആരെയും നിയമിക്കാതെയുമാണോ ഇത്തരത്തിലുള്ള നിയമനം എന്നും കോടതി ചോദിക്കുന്നുണ്ട്. സർക്കാർ ഈ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകുന്നത് ഏത് മാനദണ്ഡ പ്രകാരമാണ് എന്നാണ് കോടതിയുടെ ചോദ്യം. സെലക്ഷൻ കമ്മിറ്റികൾ ഉണ്ടെങ്കിൽ അതിന്റെ ഘടന എന്താണ്, സർക്കാരിന് അതിൽ എന്തെങ്കിലും മേൽനോട്ടമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും വ്യക്തമാക്കണം എന്നും പറയുന്നുണ്ട്. പങ്കാളിത്ത പെൻഷൻ വീതം പിടിക്കുന്നതിനെ ചൊല്ലിയാണ് ഒരു കൂട്ടം അധ്യാപകർ കോടതിയെ സമീപിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ മാനേജ്മെന്റുകളും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പും തമ്മിൽ ഈ നിയമനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടോ എന്ന് സംശയിക്കണം എന്ന് കോടതി പറയുന്നത്. ഷപ്നയാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.